അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സൂറ ശുഅറ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അതിലെ ഇസ്ലാമിൻ്റെ സൗന്ദര്യ സങ്കല്പവുമായി ബന്ധപ്പെട്ട കലയോടും സാഹിത്യത്തോടുമുള്ള ഇസ്ലാമിൻ്റെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ആശയങ്ങളായിരുന്നു നമ്മൾ ഗ്രഹിച്ചത്. ഇന്ന് നമ്മൾ സൂറത്തുൽ ഗാശിയാണ് ചർച്ചക്കെടുക്കുന്നത്. അതിലെ 17 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وأنا ذلك من الشاهدين والشاكرين والحمد لله رب العالمين. أفلا ينظرون إلى الإبل كيف خلقت. നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? കൈഫ ഖുലിഖത്, എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടത്? വഇല സ്സമാഇ കൈഫ റുഫിഅത്, ആകാശങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടത്? വഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? എങ്ങനെയാണ് അതിന് നാട്ടപ്പെട്ടത്? വഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമി എങ്ങനെയാണ് ഇങ്ങനെ പരത്തപ്പെട്ടത്, താമസയോഗ്യമാക്കി നിങ്ങൾക്ക് വിശാലമാക്കി തന്നത്? ഖുർആൻ്റെ ഈ ആയത്തുകൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് കേവലം ഒരു ഒട്ടകത്തെ ശ്രദ്ധിക്കാനല്ല, അതിലപ്പുറം ജീവജാലങ്ങളിലേക്ക്, പ്രകൃതിയിലേക്ക് നിരീക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ജീവശാസ്ത്രം പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന വചനങ്ങളാണിത്. സമുദ്രശാസ്ത്രവും ഗോളശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന, ശാസ്ത്രബോധം ഉണർത്തുന്ന വചനങ്ങളാണിത്. സത്യത്തിൽ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല, എന്നാലോ 6000-ത്തിലധികം വചനങ്ങളിൽ 1000-ഓളം വചനങ്ങൾ ശാസ്ത്രസംബന്ധിയായിട്ടുള്ള, വിജ്ഞാനപ്രദമായിട്ടുള്ള, സമൂഹത്തെ പരിഷ്കരണത്തിലേക്കും വിപ്ലവത്തിലേക്കും അന്വേഷണത്തിലേക്കും ഗവേഷണത്തിലേക്കും പ്രേരിപ്പിക്കുന്ന വചനങ്ങളാണ്. ഖുർആൻ സ്വാഭാവികമായി ധാർമ്മികമായ ഉത്ബോധനം നടത്തുക, അതേസമയത്ത് മനുഷ്യൻ്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളെയും സമഗ്രമായി സമൂലമായി ഇടപെടുന്ന, സമീപിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് ഖുർആൻ്റേത്. അതിൽ കുടുംബജീവിതമുണ്ട്, വ്യക്തിജീവിതമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കൃഷിയുണ്ട്, കച്ചവടമുണ്ട്, കലയുണ്ട്, സാഹിത്യമുണ്ട്. ഇങ്ങനെ പല പല മേഖലകളിലൂടെയാണ് ഖുർആൻ മനുഷ്യരാശിക്ക് വെളിച്ചം പകരുന്നത്. അതിൽ ജീവശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ പല ഭാഗത്തും മനുഷ്യൻ്റെ ജീവ രഹസ്യം അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും പ്രചോദിപ്പിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ അനാറ്റമിയെ, ഫിസിയോളജിയെ ഒക്കെ അറിയുന്നത് ഒരു ഭിക്ഷുക്കരൻ അല്ലെങ്കിൽ ഡോക്ടർ മാത്രമല്ല, സാമാന്യമായി മനുഷ്യൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുക എന്നുള്ളതാണ്. ഒരു ശാസ്ത്രജ്ഞാനം എന്തിനാണ്? മനുഷ്യന് സൗകര്യങ്ങളുണ്ടാവുന്നു, മനുഷ്യൻ്റെ ജീവിതം സുഗമമാകുന്നു, മനുഷ്യൻ കൂടുതൽ സംസ്കാര സമ്പന്നനാകുന്നു. അതോടൊപ്പം ഇതൊക്കെ സംവിധാനിച്ച പരമശക്തനെക്കുറിച്ച് തിരിച്ചറിയുക എന്ന ദൗത്യം കൂടി ഇതിൽ നിർവഹിക്കാനുണ്ട്. ഖുർആൻ്റെ പല ഭാഗങ്ങളും ഈ ഭൂമിയുടെ, ചന്ദ്രൻ്റെ,
സൂര്യൻ്റെ, സൗരയൂഥത്തിൻ്റെ, ബഹിരാകാശത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ അനാവരണം ചെയ്യുന്ന ഒരുപാട് അധ്യാപനങ്ങൾ, ഒരുപാട് വചനങ്ങൾ വന്നിട്ടുണ്ട്. വശംസു തജ്രീലി മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. നിശ്ചിതമായ ഭ്രമണപഥത്തിലൂടെ സൂര്യനും ചന്ദ്രനും ഭൂമിയൊക്കെ സഞ്ചരിക്കുന്ന കാര്യം, ഒരുപാട് ഗ്രഹങ്ങളുടെ സംഭാവനകൾ, ബഹിരാകാശത്ത് നടക്കുന്ന ഗോളങ്ങളുടെ അത്ഭുതങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിഗ് ബാങ് തിയറി എന്ന് വളരെ വൈകിട്ട് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ പ്രപഞ്ചം ഒരു ഗോളത്തിൽ നിന്ന്, ഒരു ചെറിയ ഗോളത്തിൽ നിന്ന് വലിയ സ്ഫോടനത്തിലൂടെയാണ് ചിന്നിച്ചെതറി പല പല ഗോളങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ആയിട്ടുള്ളത് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഖുർആൻ നേരത്തെ അതിലേക്ക് സൂചന പറയുന്ന രീതിയിൽ അവലം യറല്ലദീന കഫറു എന്ന് തുടങ്ങുന്ന ആയത്തിൽ, വചനത്തിൽ കാനത്താ റത്കൻ ഫഫതഖ്നാഹുമ, ആകാശവും ഭൂമിയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതായിരുന്നു, പിന്നീടാണത് പൊട്ടിച്ചിതറി വിഘടിച്ച് പ്രപഞ്ചമായി രൂപപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഏതേത് ഡീപ്പായിട്ടുള്ള ഡാർക്ക് അഗാധമായ ഗർത്തത്തെക്കുറിച്ച്, നക്ഷത്രലോകത്ത് പരസ്പരം നക്ഷത്രങ്ങൾ കൂട്ടിയടിച്ചുകൊണ്ട് വലിയ ഗർത്തങ്ങൾ വരുന്നതിനെക്കുറിച്ചിട്ടുള്ള സൂചനകളൊക്കെ ശാസ്ത്രം വളരെ വൈകി കണ്ടെത്തിയപ്പോൾ നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നതിനൊക്കെ പറ്റിയൊക്കെ ഖുർആൻ വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ അന്ധമായ വിശ്വാസങ്ങൾക്കപ്പുറം പ്രായോഗികമായ ശാസ്ത്രീയമായ അവബോധത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ആയത്തുകൾ ധാരാളം ഖുർആനിൽ കാണാം. അതിന് പ്രചോദനം പകർന്നത് വായിക്കാനും എഴുതാനും വിദ്യ അഭ്യസിക്കുവാനുമുള്ള പ്രവാചകൻ്റെ പ്രചോദനങ്ങൾ, ആഹ്വാനങ്ങൾ തന്നെയായിരുന്നു. എത്രയോ ശാസ്ത്രജ്ഞന്മാർ അറബ് സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൽ രൂപം കൊള്ളാൻ വരെ അത് പ്രേരണയായി എന്ന് ചരിത്രം പറയുന്നുണ്ട്. H.G. വെൽസ് എന്ന ചിന്തകൻ പറയുന്നത് യൂറോപ്പിനെ അറബികൾ കൊണ്ടുവന്നതല്ലാതെ പൂർത്തിയാക്കേണ്ടി വന്നിട്ടില്ല എന്നാണ്. അതായത് ഗണിതശാസ്ത്രം, രസതന്ത്രത്തിന് കീമിയ എന്നാ പറയാം, രസതന്ത്രത്തിൻ്റെ ഒരുപാട് പ്രാഥമികമായിട്ടുള്ള കാര്യം, പ്രകാശവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രസതന്ത്രവുമായി ബന്ധപ്പെട്ട, ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, കണ്ടെത്തലുകൾ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ നിന്ന് സംഭാവനയായിട്ടുണ്ടായിരുന്നു. അതിൽ അൽബിറൂനി, വൈദ്യശാസ്ത്രത്തിൽ എല്ലാവർക്കും അറിയുന്ന, ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ജ്ഞാനശാഖകളിലെല്ലാം വലിയ സംഭാവനകൾ ഖുർആനിലൂടെ പ്രചോദിതരായ സമൂഹത്തിന് സാധിച്ചിരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ സംഭാവനയാണ് പൂജ്യമെന്ന് പറയാറുണ്ട്. അതേസമയത്ത് തന്നെ ഗണിതശാസ്ത്രത്തിൻ്റെ ഒരുപാട് സിദ്ധാന്തങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചത് അറബ് ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അക്കാലത്ത് സ്പെയിനിലടക്കം മുന്നോട്ട് പോയ, മുന്നേറിയ ജ്ഞാനയാത്ര, ഗവേഷണയാത്ര, അതോടൊപ്പം തന്നെ വൈദ്യശാസ്ത്ര മേഖലയിലെ വലിയ പുരോഗതികൾ, അക്കാലത്ത് ഓപ്പറേഷൻ സംവിധാനങ്ങൾ, സർജറി, ശസ്ത്രക്രിയ ഇല്ലാത്തൊരു കാലത്ത് ശസ്ത്രക്രിയയുടെ രൂപങ്ങളും ഭാവങ്ങളും അബ്ബാസിയ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് ശാസ്ത്രത്തിൻ്റെ ആദ്യകാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം സൂപ്പർ സ്പെഷ്യൽ ആശുപത്രികൾ, ബഗ്ദാദിലൊക്കെ അബ്ബാസിയ കാലത്തിലൊക്കെ അക്കാലത്ത് പള്ളി ഒരേ സമയം പ്രാർത്ഥനാലയമായിരുന്നു, അതേ സമയത്തൊരു പഠന കേന്ദ്രമായിരുന്നു, അതോടൊപ്പം അതൊരു ചികിത്സാ കേന്ദ്രവുമായിരുന്നു. ഇങ്ങനെ ശാസ്ത്രത്തെ പ്രചോദിപ്പിക്കുന്ന നിരവധി അനുഭവങ്ങൾ, നിരവധി ഉദാഹരണങ്ങൾ ഖുർആനിലൂടെ പ്രചോദിതരായ പ്രവാചകന്മാരുടെ, അതുപോലെ തന്നെ ഖലീഫമാരുടെ, സഹാബികളുടെ ജീവിതത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് ആർജിക്കണം എന്നാണ്. അക്കാലത്ത് ചൈനയിൽ യാത്ര പോകുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ നിരന്തരം ഉണർത്തി വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടി, ശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടി. അത് സമൂഹം തീർച്ചയായിട്ടും കേൾക്കുകയും, എന്നാൽ ദൗർഭാഗ്യവശാൽ പിൽക്കാലത്ത് മതം ചൂഷണോപാധിയാക്കി, മതത്തിൻ്റെ മഹാവൃക്ഷത്തിൻ്റെ
വെള്ളവും വെളിച്ചവും വളവും വലിച്ചെടുത്ത ഇത്തിൽ കണ്ണികളാണ് ഈ മതത്തിൻ്റെ പുരോഗമനത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ, പരിഷ്കരണത്തിൻ്റെ ഈ മതത്തെ പിറകോട്ട് കൊണ്ടുപോയത് എന്നത് മറ്റൊരു കറുത്ത ചരിത്രമാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ശാസ്ത്രരംഗത്തൊക്കെ മുസ്ലിം സമൂഹം പിറകോട്ട് പോയത് എന്നതും ചരിത്ര യാഥാർത്ഥ്യമാണ്. പക്ഷെ പ്രവാചക കാലഘട്ടത്തിൽ കേവലം അവകാശവാദങ്ങളല്ലാതെ പ്രായോഗികമായി മനുഷ്യന് വെളിച്ചത്തിലേക്ക്, വിപ്ലവത്തിലേക്ക് വരാൻ വിജ്ഞാനവും ശാസ്ത്രബോധവും ആവശ്യമാണെന്ന് നിരന്തരം പ്രവാചകൻ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഗസാലി പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിൽ ഒരു ഡോക്ടർ അനിവാര്യമാണ് കുറേ രോഗികളുണ്ടായിട്ട്. അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ നാട്ടിലെ എല്ലാവരും കുറ്റക്കാരാണ് എന്ന്. അപ്പോൾ അതൊരു ശാസ്ത്രത്തെ, വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മഹത്തായ ആശയങ്ങളാണത്. അത് പ്രവാചകന് മുമ്പുള്ള ഒരു സമൂഹത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ശാസ്ത്ര സാങ്കേതികത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ വളരെ അഡ്വാൻസ്ഡ് അല്ല. അന്നത്തെ പരിമിതമായ ചുറ്റുപാടിൽ അവരുടെ ഒരു ഭൗതികമായ വിഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവർക്ക് ഒരുപാട് പരിമിതിയുണ്ട്. എന്നാൽ പോലും ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം വലിയൊരു സാങ്കേതിക മികവുള്ള ഒരാളായിരുന്നു. അലന്ന ലഹുൽ ഹദീദ്. അദ്ദേഹം ഇരുമ്പിനെയൊക്കെ സംസ്കരിച്ച് അതിൽ ഒരുപാട് വസ്തുക്കൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ആളായിരുന്നു. അതിൽ വളരെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരേ സമയത്ത് സംഗീതജ്ഞനും അതേ സമയത്ത് ശാസ്ത്രബോധമുള്ള ഒരു സാങ്കേതിക വിദഗ്ധനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ട് മനോഹരമായിരുന്നു എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം എല്ലാ ജ്ഞാനശാഖകളെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. മനുഷ്യൻ്റെ ബോധത്തെ, സംസ്കാരത്തെ, നാഗരികതയെ ഉണർത്തുന്ന എന്തെന്ത് കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനാണ് പ്രവാചകൻ അനുയായികളെ ഉത്ബോധിപ്പിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവാചകൻ്റെ ഒരു ആഹ്വാനം, വഅമല്ലി ദുന്യാക കഅന്നക തഈശു അബദ. നീ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ എന്നെന്നും ജീവിക്കും എന്ന കരുത്തോടെ, എന്ന ചിന്തയോടെ നീ ജീവിക്കണമെന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ശാസ്ത്ര ഗവേഷണത്തിൽ, പഠനത്തിൽ, പരീക്ഷണങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുമ്പോൾ ദൈവസ്മരണയിൽ അകന്നു നിന്നുകൊണ്ട് കേവലം ജീവിതത്തെ മാത്രം മുഴുകി ജീവിക്കുന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ മതം അത് പാപമായിട്ട് കാണുന്നില്ല. അതൊരു മഹത്തായ കാര്യമായിട്ടാണ്, പുണ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത്. അതേസമയത്ത് ഒരു ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ മാത്രം മുഴുകി നിൽക്കുന്നതിലപ്പുറം ബാലൻസ് ചെയ്തുകൊണ്ട് അവൻ്റെ ആത്മാവിനെ സമ്പന്നമാക്കുന്ന, ആത്മാവിനെ ധന്യമാക്കുന്ന പ്രവർത്തനങ്ങളും ഒരുപോലെ ചെയ്യണമെന്നും പറയുന്നുണ്ട്. വഅമല്ലി ആഖിറതിക കഅന്നക തമൂതു ഗദ. എന്തൊക്കെയാണെങ്കിലും, എന്തെന്ത് പുരോഗതി കൈവരിച്ചാലും നീ ഒരു ദിവസം നിശ്ചലമായി നിൻ്റെ ആത്മാവ് നിൻ്റെ ശരീരത്തിൽ നിന്ന് അകന്ന് ദൈവത്തിലേക്ക് നിനക്ക് മടങ്ങിപ്പോകാനുള്ളതാണ് എന്നൊരു തിരിച്ചറിവും ആവശ്യമുണ്ട് എന്നാണ്. അപ്പോൾ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ മനുഷ്യവിരുദ്ധമായി മാറുമ്പോൾ അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. ഏറ്റവും വലിയ ഉദാഹരണം അണുബോംബ് എന്ന വസ്തു തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. ശാസ്ത്ര ഗവേഷണത്തിലൂടെ ലോകത്തിന് കിട്ടിയ വലിയ ഒരു സംഗതിയാണ്. പക്ഷേ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം മനുഷ്യന് ഗുണകരമായ രീതിയിലേക്ക് ശാസ്ത്രത്തെ കൊണ്ടുവരാനും, മനുഷ്യനെ ദ്രോഹിക്കുന്ന, ലോകത്തെ തകർക്കുന്ന സംവിധാനങ്ങൾ ആയുധമായും സാങ്കേതിക വിദ്യയായിട്ട് രൂപപ്പെടുമ്പോൾ അത് പൈശാചികമാണെന്നും മനസ്സിലാക്കുന്ന നന്മ നിറഞ്ഞ ഒരു ശാസ്ത്രബോധമാണ് സമൂഹത്തിനുണ്ടാവേണ്ടത്. അത് തീർച്ചയായും മനുഷ്യനെ സംസ്കാരത്തിലേക്ക്, നന്മയിലേക്ക്, വിജയത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.